എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഭരതനാട്യത്തിൻ്റെ ക്ലാസ്സിന് പോകുന്നതാണ്. അപ്പോൾ ഞാനും ഏട്ടനും മോനും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് നാട്ടിൽ നിന്നൊരു ബസ്സുണ്ട് 8 മണിക്ക്, അതിനാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കണ്ണൂരെത്തിയിട്ട് ഇന്ന് മെയിനായിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. അതായത് നമ്മൾ പുതിയൊരു കല പഠിക്കാൻ പോകുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഗുരുവിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടുള്ള വെറ്റില അടക്കയും വാങ്ങാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഈ പോകുന്നത് കണ്ണൂർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഡാൻസ് എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്ക് സത്യത്തിൽ ഇന്ന് ഡാൻസ് പഠിക്കാൻ പോകാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നേ. പക്ഷേങ്കിൽ ഇത് ഏട്ടൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് ഞാൻ പോകുന്നത്. കാരണം ഞാൻ ഇതിന് മുന്നേ 1-2 കോഴ്സുകൾക്ക്, ഡാൻസ് അല്ല കേട്ടോ, വേറെ 1-2 ടൈപ്പ് റൈറ്റിംഗ് അങ്ങനത്തെയൊക്കെ കോഴ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. പക്ഷേങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അപ്പോൾ ഇതിനും ആ ഗതി വരുമോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നിന്നെയാണ്. പക്ഷേ ഏട്ടൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഏട്ടനൊരു വാശിയാണ്, എന്തായാലും എന്നെ ഭരതനാട്യത്തിൽ ഡിപ്ലോമ എടുപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ വന്നു. ഇത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ബസ് ഉള്ളത്. തലശ്ശേരി ബസ്സിന് പോകണം. മുഴുപ്പിലങ്ങാടാണ് ഞാൻ ക്ലാസ്സിന് പോകുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നത് ജോയ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഷാണ്. അദ്ദേഹം ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി നേരെ ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നിടത്ത് തന്നെയാണ് കേട്ടോ ക്ലാസ്സൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കേരള നടനത്തിൻ്റെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരുന്നത്. അവരൊക്കെ കളിക്കുന്നത് എന്തൊരു ഗ്രേസാണെന്നറിയാമോ. സത്യം പറഞ്ഞാൽ ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ആയിപ്പോയി. അവിടെ എത്തിയപ്പോൾ എനിക്കങ്ങ് എന്തോ വല്ലാത്തൊരു ഫീലായിരുന്നു. ഇവിടെ പഠിക്കുന്നവരിലധികം പേരും ഡാൻസ് ടീച്ചേഴ്സൊക്കെയാണ് കേട്ടോ. പിന്നെ ഡാൻസ് പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ തന്നെയാണ് ഡിപ്ലോമ എടുക്കാൻ വന്നിട്ടുള്ളത്. ഒരു ബേസും ഇല്ലാതെ വന്നിരിക്കുന്നത് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് മാഷൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. നമ്മുടെ ലെവൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ചെറിയൊരു സ്റ്റെപ്പ് ചെയ്ത് കാണിച്ചു. പിന്നെ മാഷിന് ദക്ഷിണ കൊടുത്തു. ദക്ഷിണ കൊടുക്കുന്നതിന് മുന്നേ നമസ്കരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാഷ് പറഞ്ഞു തന്നു. അതിന് ശേഷമാണ് ദക്ഷിണ വാങ്ങിയത്. ശരിക്കും ഈ ഒരു സമയത്ത് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇത് ശരിക്കും ഏട്ടൻ ഒരൊരാളുടെ ബലത്തിലാണ് ഇത്രയും വരെയൊക്കെ എത്തിയത്. പിന്നെ നിങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിനകത്ത് കമൻ്റൊക്കെ ഇട്ടിട്ട് എന്നോട് പറഞ്ഞിരുന്നു ഡാൻസ് പഠിക്കണമെന്ന്. ശരിക്കും സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഡാൻസ് പഠിക്കണം എന്നുള്ള ശരിയായ ഒരു ആഗ്രഹം വന്നത്. മാഷ് നമ്മളെ കൊണ്ട് കുറേ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി, കുറേയൊന്നും ഞാൻ ചെയ്തില്ല. അതിനുശേഷം തട്ടടവ്, നമ്മൾ ആദ്യത്തെ തട്ടടവ് ഉണ്ടല്ലോ, അത് തട്ടടവ് 5 വരെ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കൃത്യമായിട്ട് ക്ലാസ്സിന് എന്തായാലും വരണം, കാരണം ഇവരൊക്കെ ബേസിലുള്ളവരാണ് എല്ലാവരും. കുറേ ആൾക്കാരൊക്കെ ഡാൻസ് ടീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാണ്ട് വരണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയാണ് കേട്ടോ എനിക്ക് ക്ലാസ് ഉണ്ടാവുക. അപ്പം ഞാൻ മാനോട്ടിനെയും കൂട്ടിയിട്ട് വരാമെന്നാണ് കരുതുന്നത്. പിന്നെ ഇടയ്ക്ക് ഏട്ടൻ ഓഫൊക്കെ എടുക്കും, ലീവൊക്കെ എടുത്ത് തന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. തട്ടടവ് 5 വരെ എടുത്തു. അപ്പോൾ ഞാൻ എന്താ നമസ്കരിക്കുന്നതിനിടയ്ക്ക് മാഷ് പറഞ്ഞു തരുന്നതാണ്, എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറേയൊക്കെ തെറ്റി. എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളെയൊക്കെ പ്രോത്സാഹനം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഇതൊക്കെ സാധിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ.